സല്യൂട്ട് സന്മനസ്കരെ. സർവീസിലിരിക്കെ ഇടക്കാലത്ത് ഞാൻ ഒരു മാസികയിൽ ഒരു പങ്ക്തി എഴുതുമായിരുന്നു, ഒരു ലേഖന പരമ്പര. അത് സാമാന്യം നല്ല പ്രതികരണം എനിക്ക് ലഭിച്ചിരുന്നു. എനിക്ക് വളരെ തൃപ്തി നൽകിയിരുന്ന ഒരു കാര്യമായിരുന്നു. എനിക്ക് എഴുതാൻ ഇഷ്ടമുള്ളത് കൊണ്ട്. പിന്നെ വളരെയധികം നല്ലതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. ഒരു ലേഖനം ഞാൻ എഴുതിയപ്പോൾ പെട്ടെന്ന് എനിക്ക് എതിരെ ഒരു വലിയ പരാതി സർക്കാരിലേക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പോയി. മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് സ്വയം പറയുന്ന ഒരു ആൾ എഴുതിയ ഒരു പരാതിയായിരുന്നു. അതിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ള വലിയ അച്ചടക്ക ലംഘനമാണെന്നും നിരുത്തരവാദപരമായിട്ടുള്ള കാര്യമാണെന്നും നിയമലംഘനമാണെന്നും എനിക്കെതിരെ നടപടിയെടുക്കണം, സസ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണ് പോയത്. അത് പത്രമാധ്യമങ്ങളിലൂടെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. ഒരു അന്വേഷണം വന്നു, വിശദീകരണം ആവശ്യപ്പെട്ടു. അപ്പോൾ വിശദീകരണത്തിന് മറുപടിയായി ഞാൻ കൊടുത്തതിൽ തൃപ്തി വരാതെ ഒരു ഉത്തരവ് എനിക്ക് DGP തന്നു, ഇനി മെയിലിൽ എഴുതി പോകരുത് എന്ന്. ഒരിടത്തും എഴുതരുത്, സാങ്കല്പികമായോ യഥാർത്ഥ സംഭവത്തെ പറ്റിയിട്ടോ ഒന്നും എഴുതരുത് എന്ന് പറഞ്ഞൊരു ഉത്തരവ് കിട്ടിയ ഒരു സംഭവമായിരുന്നു. ആ സംഭവത്തിൻ്റെ ആസ്പദമായിട്ടുള്ള പിന്നാമ്പുറം എന്ന് പറയുന്നത് ഞാൻ പത്തനംതിട്ട ജില്ലയുടെ SP ആയിരുന്നപ്പോൾ അന്വേഷിച്ച ഒരു കേസാണ്. കേസ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് 7 വർഷം മുമ്പ് നടന്ന കാര്യമാണത്. ഒരു ജില്ലാ സൂപ്രണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ, പരിശോധനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ, അവിടെയുള്ള എല്ലാ സാധനങ്ങളും രേഖകളും ഡോക്യുമെൻസും കേസുകളും എല്ലാം പരിശോധിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു പട്ടികയിലുള്ള ഒരു കേസ് എൻ്റെ ശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു. അത് അൺനാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞ് എഴുതി പിന്നീട് മർഡറായിട്ട് മാറ്റിയ ഒരു കേസാണ്. തെളിയ പട്ടികയിൽപ്പെടുത്തി 7 വർഷമായിട്ട് കിടന്നുപോയ ഒരു കേസാണ്. അൺഡിറ്റക്റ്റഡ് കേസസ് എന്നാണ് പറയുന്നത്, UN ലിസ്റ്റ് എന്ന് പറയും. അങ്ങനെ കിടക്കുന്ന കേസുകളൊക്കെ ചെറിയ ചില മോഷണങ്ങൾ, അതായത് വലിയ വിലയില്ലാത്ത വസ്തുക്കൾ മോഷണം പോയത്, അതിലെ ഒരു തെളിവും അവശേഷിക്കാത്തവ, ചില ആക്സിഡൻറ്റുകൾ, ഹിറ്റ് ആൻഡ് റൺ കേസുകൾ, പെട്ടെന്ന് അടിച്ചിട്ടിട്ട് നിർത്താതെ പോകുന്ന വണ്ടികൾ, തീ കത്തിപ്പോയിട്ട് എങ്ങനെ കത്തിയെന്ന് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇതുപോലെയുള്ള കേസുകൾ ഒരു തെളിവും ഇല്ലാത്തതൊക്കെ കിടക്കും. ചിലപ്പോൾ ചില അജ്ഞാത മൃതശരീരങ്ങൾ കാണുമ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവരുടെയാണെങ്കിൽ അങ്ങനെ കിടന്നു പോകും. അപ്പോൾ ഇത് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം, നവജാത ശിശുവാണ്, 3 ദിവസമേ ആയുള്ളൂ ജനിച്ചിട്ട്. അതിൻ്റെ ശരീരം പുഴയിൽ നിന്ന് നാട്ടുകാർ കണ്ടെടുത്ത് പോലീസിനെ അറിയിക്കുകയായിരുന്നു. ആ കുഞ്ഞിന് മരണം കൈവരിച്ചിട്ട് അധിക സമയം ആയിട്ടില്ലായിരുന്നു. ഒരു ദിവസത്തിന് താഴെ, മണിക്കൂറുകൾക്ക് ആകെയാണ് മൃതദേഹം കണ്ടെടുക്കുന്നത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പോലീസിന് തെളിയിക്കാൻ പറ്റിയിരുന്ന ഒരു കേസായിരുന്നേനെന്ന് എനിക്ക് തോന്നി. കൂടാതെ ആ കുഞ്ഞിൻ്റെ പടം കണ്ടപ്പോൾ, ചിത്രങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തോ ഇങ്ങനെ കൊളുത്തിപ്പിടിച്ച് വലിക്കും. കാരണം നല്ല വെളുത്ത് തുടുത്ത ഒരു സൗന്ദര്യമുള്ള ആൺകുഞ്ഞ്, ജനിച്ചിട്ട് ഇത്രയും പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെ ആർക്കാണ് കൊല്ലാൻ മനസ്സ് വരിക? അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്ത മനസ്സിലിങ്ങനെ തോന്നിയപ്പോൾ എന്തായാലും തെളിയിച്ചാലോ, ഒന്ന് നോക്കിയാലോ എന്നുള്ളൊരു ആശയം വന്നു. സാധാരണ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ വീടിൻ്റെ അന്തരീക്ഷത്തിലാണ് അല്ലെങ്കിൽ വെളിയിൽ പുറത്ത് എവിടെയെങ്കിലും വെച്ച് വീട്ടുകാരും അറിയാതെയാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കൊല്ലും. 3 ദിവസം ആവേണ്ട കാര്യമില്ല. അപ്പോൾ 3 ദിവസം വരെ കാത്തിരുന്നിട്ട് കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അത് ആശുപത്രിയിൽ പ്രസവിച്ച കുഞ്ഞായിരിക്കും. ഒരു സ്ത്രീ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി പ്രസവിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ വിടാറുള്ളൂ. അപ്പോൾ വിട്ട് കഴിഞ്ഞ ഉടൻ തന്നെ കുഞ്ഞിനെ ഡിസ്പോസ് ചെയ്തതായിരിക്കാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കൂടെ പോയത് കൊണ്ട് ഞാൻ കുഞ്ഞിനെ കണ്ടെടുത്ത പുഴയുടെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ആശുപത്രികളും നഴ്സിംഗ് ഹോമുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനായിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം ഉണ്ടാക്കി പറയുകയായിരുന്നു. അത് കുറച്ച് വലിയ പ്രക്രിയയായിരുന്നു. ഏകദേശം 1.5 മാസത്തോളം എടുത്തു. കുഞ്ഞ് മരിച്ചതിന് 3 ദിവസം മുമ്പുള്ള ഡേറ്റിലുള്ള എല്ലാ രേഖകളും പരിശോധിച്ച് ഓരോരുത്തരെ ആയിട്ട് എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരല്ല, അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവനോടെ ഇരിപ്പുണ്ട്, ആ കുട്ടികൾ അഡ്രസ്സിലുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ 1.5-2 മാസത്തിനിടയ്ക്ക് നമുക്കൊരു പേര് കിട്ടി. ആ പേരിനകത്ത് അഡ്രസ്സ് വ്യാജമാണ്, പേര് വ്യാജമാണ്, ചിലപ്പോൾ വയസ്സും വ്യാജമായിരിക്കാം. 20-21 വയസ്സുള്ള ഒരു കുട്ടിയുടെ പേരാണ് എഴുതിയിരുന്നത്. അങ്ങനെ ഒരു അഡ്രസ്സ് ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതാണ് കുട്ടി, പ്രസവിച്ച കുട്ടി എന്ന് ഉറപ്പാക്കി. പക്ഷേ എങ്ങനെ, എവിടെ നിന്നുള്ളത്, ഏതാണ് ശരിക്കുള്ള അഡ്രസ്സ്, ആരാണ് പ്രസവം എടുത്തത്, ഇതൊന്നും വ്യക്തമായിട്ട് ആ ഡോക്ടറെ കണ്ട് ചോദിക്കുകയും വന്നുള്ള നഴ്സുമാർ അവരെല്ലാവരും പല സ്ഥലത്താണ്. അപ്പോൾ വ്യക്തമായിട്ട് ആർക്കും ഒന്നും ഓർമ്മ കാണില്ലല്ലോ, 7 വർഷം മുമ്പായ കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് അതിൽ നിന്നൊരു ലീഡ് കിട്ടിയില്ല. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ഈ പ്രായത്തിൽ 15 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സ് തൊട്ട് 22-23 വയസ്സ് വരെ ഉള്ള പ്രായത്തിലുള്ള പെൺകുട്ടികൾ ആരെങ്കിലും സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ
ഒരാഴ്ചയിലധികമോ ലീവ് അപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടോ ആ ദിവസങ്ങളിൽ എന്നുള്ള അന്വേഷിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു അന്വേഷണ പ്രക്രിയ തുടങ്ങി. അതും കുറച്ച് പ്രയാസമായിരുന്നു. വീണ്ടും 1-2 മാസത്തോളം എടുത്തു ആ അന്വേഷണത്തിലും. കാരണം പഴയ രേഖകളൊക്കെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എന്നാലും എന്നോട് സഹകരിച്ച് ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ ചേർന്ന് അതങ്ങനെ തപ്പിയെടുത്തപ്പോൾ ഒരു പ്രൊഫഷണൽ കോളേജിൽ നിന്ന് ഒരു പെൺകുട്ടി ഇതുപോലെ 2 ആഴ്ചത്തെ ലീവിന് അപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പേരും കിട്ടി, അഡ്രസ്സും കിട്ടി. പല കുട്ടികളുണ്ട് ഇതുപോലെ ലീവ് എടുത്ത് പോയിട്ടുള്ളത്. പക്ഷെ അവരുടെയൊക്കെ വീട്ടിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇന്ന കാരണം കൊണ്ട് പോയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോകാം. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ വീട്ടുകാർക്ക് അതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ലായിരുന്നു. വീട്ടുകാർ വളരെ നിസ്സംഗമായിട്ട് അത് മിശ്ര വിവാഹം കഴിച്ച് പോയ കുട്ടിയാണ്, വേറെ ഏതോ ജാതിയിലുള്ള ആളെ കല്യാണം കഴിച്ചു, ഞങ്ങളുമായിട്ട് ടച്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഒഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു സംശയം തോന്നി, ഈ കുട്ടി തന്നെ ആയിരിക്കാം പ്രസവിച്ചത് എന്ന സംശയം തോന്നി. അവസാനം അതിനെ ഞങ്ങൾ ട്രേസ് ചെയ്ത് പിടിച്ചു. ഭർത്താവും ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഭർത്താവിന് സർക്കാർ ജോലിയാണ്, സാമാന്യം ഭേദപ്പെട്ട സർക്കാർ ജോലിയാണ്, നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ കുട്ടി പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് ഏകദേശം ശരിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയം മൂത്ത കുഞ്ഞിന് ഏകദേശം 3.5-4 വയസ്സ് പ്രായമുണ്ട്. രണ്ടാമത്തെ കുഞ്ഞ് 1 വയസ്സിന് താഴെ, 2 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് ഞങ്ങൾ ചെന്നിട്ട് ഈ സമയത്ത് നിങ്ങൾ ലീവ് എടുത്തോ, ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടിയതിനൊരു കേസുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞൊടിയിടയിൽ ഭയങ്കരമായിട്ട് കരയുകയും സമ്മതിക്കുകയും ചെയ്തു. അത് എതിർത്ത് നിൽക്കാനേ പോയില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്നൊരു വാക്ക് പോലും അതിൻ്റെ വായിൽ നിന്ന് വന്നില്ല. ഉടനെ തന്നെ അത് സമ്മതിച്ചു, അതെ ഞാനാണ് ചെയ്തത്, അത് എൻ്റെ മോനായിരുന്നു, എനിക്കത് നിസ്സഹായാവസ്ഥ കൊണ്ട് സഹിക്കേട്ടിട്ട് എനിക്ക് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായി. എൻ്റെ ഭർത്താവിനെയും കൂടി ഇരുത്തിക്കൊണ്ട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ഞങ്ങളെ കുറച്ച് അതിശയിപ്പിച്ചു. കാരണം ഇതുപോലെയുള്ള അനധികൃത ഗർഭം ഉണ്ടായി പ്രസവിക്കുന്ന സ്ത്രീകൾ ഭർത്താവ് അറിയാതെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഭർത്താവിനെയും കൂടെ ഇരുത്തി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി, ഭർത്താവിന് ഇതൊക്കെ അറിയായിരിക്കും, അവർ തമ്മിൽ അത്രയ്ക്ക് സ്നേഹമായിരുന്നിരിക്കുന്നു വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഭർത്താവിനെയും കൂടെ വിളിച്ചു വരുത്തി ഭർത്താവും ഭാര്യയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലായ കാര്യം, ഇവരെ 2 പേരും 2 സമുദായത്തിലുള്ളവരാണ്, സ്നേഹിച്ചതാണ്, കുട്ടിക്കാലം മുതൽ വലിയ അടുപ്പമായിരുന്നു. അങ്ങനെ ഈ കുട്ടി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുകാരുടെ നല്ല എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇയാളുമായി ഏകദേശം കല്യാണം കഴിച്ച് ജീവിക്കുന്നത് പോലെയാണ് ജീവിച്ചിരുന്നത്. ആ സമയത്ത് ഇയാൾ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി കുറച്ച് ദൂരെയുള്ള ഒരു കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിരുന്നത്. അവിടെ വെച്ച് പരീക്ഷയും അതുമൊക്കെ ആയിട്ട് തിരക്കായിട്ടിരിക്കുന്നതിനിടയിൽ കൂടെ ഈ പെൺകുട്ടി ഗർഭിണിയാവുകയാണെന്ന് അറിഞ്ഞ് അത് കുറച്ച് വൈകിപ്പോയി. കാരണം അത് പറഞ്ഞത് എനിക്കിങ്ങനെ ഇറഗുലറായിട്ടാണ് മാസമുറ വരുന്നത്, റെഗുലറായിട്ട് വരാറില്ല, 3-4 മാസം കൂടുമ്പോൾ മാത്രമാണ് വരുന്നത്, ചിലപ്പോൾ മുറ തെറ്റിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ കൂടാതെ ഒരു ടെൻഷനും ഉണ്ടല്ലോ, അപ്പോൾ ടെൻഷൻ കൂടുമ്പോൾ എപ്പോഴും ഇങ്ങനെ മുറ തെറ്റാറുണ്ട്. അതുകൊണ്ട് ഗർഭിണിയാണെന്നുള്ള കാര്യം അറിഞ്ഞില്ല. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇനി അലസിപ്പിക്കാൻ പറ്റില്ല, സമയം കഴിഞ്ഞു പോയി, അതുകൊണ്ട് പ്രസവിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഡോക്ടറിനോട് കള്ളമൊക്കെ പറഞ്ഞിട്ടാണ് പോവാറ്. അപ്പോൾ എന്തായാലും പ്രസവിക്കാനൊരു തീരുമാനം എടുത്തിരുന്നു. പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ആർക്കെങ്കിലും ദത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് കാര്യങ്ങളൊക്കെ ശരിയാവും, അച്ഛനും അമ്മയും സമ്മതിക്കും, കല്യാണം കഴിക്കാം എന്നൊക്കെയുള്ള ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിരുന്നു. പരമാവധി ഒളിപ്പിച്ചു വെച്ചു ഗർഭിണിയാണെന്നുള്ള വിവരം. വലിയ ലൂസായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുകയും വണ്ണം വെച്ചതാണെന്ന് ധരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അവസാനം ഈ പ്രസവ തീയതി അടുത്തപ്പോൾ ലീവ് എടുത്തു. 2 ആഴ്ചത്തെ ലീവ് എടുത്ത ശേഷം ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കൂട്ടുകാരിയുമായിട്ടാണ് ഈ കുട്ടി ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുന്നത്. ഭർത്താവ് വിദേശത്താണ് എന്ന് പറഞ്ഞാണ് അഡ്മിറ്റ് ആയത്. കള്ളപ്പേരും കള്ള അഡ്രസ്സും കൊടുത്തു. ആശുപത്രിയിലും അന്വേഷിച്ചു, ആരെങ്കിലും ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ എന്തുകൊണ്ടോ പയ്യന് വരാൻ പറ്റിയില്ല, പരീക്ഷയോ എന്തോ നടക്കുകയായിരുന്നു. കുട്ടി പ്രസവിച്ച ശേഷം 3-ാമത്തെ ദിവസം അതിനെ വിട്ടപ്പോൾ കൂട്ടുകാരിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് എന്തായാലും വീട്ടിലോട്ട് പോവാണ്, പോകുന്ന വഴി അതിനൊന്നും എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ട് അത് സന്ധ്യാസമയം വരെ അവിടെ ഇവിടെയൊക്കെ കുഞ്ഞുമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഒരു പുഴവക്കത്ത് പോയിരുന്ന് കുഞ്ഞിനെ ഒരു രക്ഷയില്ല, കോളേജിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അതിൻ്റെ പഠിത്തം പൂർത്തിയാക്കണം, അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഭർത്താവ് ഇല്ല. അപ്പം കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് അറിഞ്ഞൂടാത്ത ഒരു ബുദ്ധിമുട്ടിൽ അത് കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുകയും കൊന്നു മരിച്ചു എന്ന് വിചാരിച്ച് വെള്ളത്തിലെറിയുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളത് കരഞ്ഞുകൊണ്ട് തന്നെ ആ സ്ത്രീ സമ്മതിച്ചു. എന്നിട്ട് ഭർത്താവും പറഞ്ഞു ശരിയാണ്, ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൾ എന്നോട് പറഞ്ഞു ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞു, ഞാനാണ് സമാധാനിപ്പിച്ചത് എന്ന് പറഞ്ഞ് ഭർത്താവും പറയുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഈ പെണ്ണ് പറയുന്നുണ്ടായിരുന്നു, സാരയില്ല, എന്നെ അറസ്റ്റ് ചെയ്തോളൂ, ഞാനിത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, എപ്പോഴാണ് പോലീസ് വന്ന് എന്നെ പിടിക്കുന്നത് എന്നറിയാതെ ഞാൻ ഇത്രയും നാൾ ജീവിക്കുകയായിരുന്നു, 7 വർഷമായിട്ട് ഞാൻ യാതന തിന്ന് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴെങ്കിലും നിങ്ങൾ വന്നല്ലോ, എപ്പോഴെങ്കിലും കർമ്മഫലം എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് അറിയായിരുന്നു. ഓരോ ദിവസവും ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പെൺകുഞ്ഞുങ്ങളെയും കിട്ടിയപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമാണ്. എൻ്റെ മോനും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ചിന്തിക്കാത്ത ദിവസമില്ല. പശ്ചാത്തപിക്കുന്നതിൻ്റെ പരമാവധി ഞാൻ പശ്ചാത്തപിച്ചിട്ടുണ്ട്. എന്നും രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരാതിരുന്ന് കരയാറുണ്ട്. ഇപ്പോഴും എനിക്ക് ആ വിഷമം എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഒരു ജയിലിൽ കിടന്ന് അനുഭവിക്കേണ്ട ശിക്ഷയെക്കാളും കൂടുതൽ ശിക്ഷ ഞാൻ മാനസികമായിട്ട് അനുഭവിച്ചവളാണ് എന്നൊക്കെയുള്ള മട്ടിലാണ് ആ സ്ത്രീ ഇങ്ങനെ നിരന്തരം കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഭർത്താവ് എന്നോട് പറയുന്നുണ്ടായിരുന്നു, മാഡം ഇവളെ ഒഴിവാക്കിക്കൊണ്ട്, കുഞ്ഞുങ്ങളല്ലേ, 2 കുട്ടികൾക്ക് അമ്മയില്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒരിടത്തും ആക്കിയിട്ട് പോകാൻ പറ്റില്ല. അതുമല്ല, ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ട് 2 പേരെയും കൂടെ കൊണ്ട് ജയിലിൽ പോയിട്ട് വരും. ഒന്നും അറിയാതെ ജനിച്ചു വീണ ഈ കുഞ്ഞുങ്ങൾ ഒരു ജയിൽ അന്തരീക്ഷത്തിൽ വളരുക എന്ന് പറയുന്നത് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനാണ് കുറ്റം ചെയ്തത് എന്നെങ്ങനെയെങ്കിലും വരുത്തി എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൂടെ, ഇവളെയും കുട്ടികളെ ഒന്ന് വെറുതെ വിട്ടുകൂടെ എന്ന് ഭർത്താവ് അതിൻ്റെ ഇടയിൽ കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പം ഭാര്യ പറയുന്നുണ്ട്, അയ്യോ, നിങ്ങളെ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുമല്ലോ, അതുപോലെ നിങ്ങളുടെ ജോലി പോവില്ലേ, ഞങ്ങൾ എങ്ങനെ പിന്നെ ജീവിക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ ആ ഭാര്യയും പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലും ഭയങ്കരമായിട്ട് വിഷമങ്ങൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൂടെ. എന്തായാലും അന്ന് വൈകിട്ട് ഞാൻ തിരിച്ച് ക്വാർട്ടേഴ്സിലെത്തിയ ശേഷം എനിക്ക് മനസ്സിൽ കൂടെ ഭയങ്കരമായിട്ടുള്ള ചിന്തകൾ പോകാൻ തുടങ്ങി. വെറുതെ 7 വർഷമായിട്ട് മരവിച്ച് കിടന്ന, ആരോരും അന്വേഷിക്കാനില്ലാതിരുന്ന, പോലീസ് പോലും തഴഞ്ഞു കളഞ്ഞ ഒരു കേസ് ഞാനായിട്ട് കുത്തിപ്പൊക്കിയെടുത്ത് അതിനകത്തൊരു അന്വേഷണം കഷ്ടപ്പെട്ട് നടത്തി ഒരു പ്രതിയെ കണ്ടുപിടിച്ച് പിടിക്കുമ്പോൾ എന്ത് സംതൃപ്തിയാണ് കിട്ടുക. എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നത് ഒരു പാവം കുഞ്ഞല്ലേ, ഒരു ജീവനല്ലേ, അപ്പോൾ അതിനെ കൊന്ന ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല സംതൃപ്തി കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അന്വേഷണം തുടങ്ങിയത്. പക്ഷേ സംതൃപ്തിക്ക് പകരം എൻ്റെ മനസ്സിൽ ഒരുപാട് ആശങ്കകളും സംശയങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞതൊക്കെ ശരിയല്ലേ? ഒന്നാമത് 7 വർഷം കഴിഞ്ഞു. ഇതുപോലെയുള്ള കൊലപാതകത്തിൻ്റെ മിനിമം ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷമാണ്. ആ ശിക്ഷ അനുഭവിച്ച് അതിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൾ വീണ്ടും 7 വർഷം അല്ലെങ്കിൽ 10 വർഷവും കൂടെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഈ 2 കുഞ്ഞുങ്ങൾ എന്തായാലും ജയിലിലാകും. അഥവാ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളും കൂടെ ജയിലിൽ കിടക്കേണ്ടി വരും. ഭർത്താവിൻ്റെ ജീവിതം പോക്ക്, അവർ നോക്കാനായിട്ട് ആരുമില്ല, 2 പേരുടെ വീട്ടുകാരും അവരുമായിട്ട് സഹകരിക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ മുന്നോട്ട് പോകണോ എന്നുള്ളത് വളരെയധികം ആശങ്കപ്പെടുത്തി. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ സഹപ്രവർത്തകരോടും കേസിൻ്റെ അന്വേഷണത്തിൽ എന്നോട് സഹകരിച്ച ഉദ്യോഗസ്ഥരോടും ഒക്കെ ഞാൻ കുറേ നേരം ഇത് ചർച്ച ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം, മാഡം നമുക്കിത് ഫോളോ അപ്പ് ചെയ്യണ്ട, കാരണം ഇതിനകത്ത് ആരാണ് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയുക, അപ്പോൾ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ശരി എന്നാൽ നമുക്കത് തിരിച്ചടച്ച് പഴയതുപോലെ അങ്ങ് വെക്കാം, നമുക്ക് ഇതിനകത്ത് ഫർദർ നടപടി എടുക്കണ്ട എന്ന് പറഞ്ഞ് ഞാനത് അടച്ച് വെച്ച ശേഷം ആ സ്ത്രീയെ വിവരം അറിയിക്കാനായി ഏൽപ്പിക്കുക. ഞാൻ നേരിട്ട് പോയില്ല, ഏൽപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് പിന്നെ പോയ വനിതാ പോലീസ് ഓഫീസർ എന്നോട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മാഡം അവർക്ക് ഭയങ്കര സന്തോഷവും സമാധാനമായി അത് കേട്ടപ്പോൾ. അവർ ഒരുപാട് നന്ദി പറഞ്ഞു, കാലി വീണൊക്കെ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു, മാഡത്തിനോട് പ്രത്യേകം പറയണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ എഴുതാനുള്ള കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ എഴുതപ്പെട്ട നിയമങ്ങളുണ്ടല്ലോ, നമ്മുടെ പുസ്തകങ്ങളിൽ എഴുതിപ്പെട്ട ഭരണഘടന, ഇന്ത്യൻ ശിക്ഷാ നിയമം, നടപടിക്രമം, തെളിവ് നിയമം, ഇതുപോലെയുള്ള എഴുതി വെക്കപ്പെട്ട നിയമങ്ങൾ അനുസരിച്ച് അതുപോലെ ന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ നീതി വ്യവസ്ഥ നമ്മൾ നടപ്പിലാക്കാൻ പോയാൽ പലപ്പോഴും ചില ആൾക്കാർക്കെങ്കിലും ഒരു കഷ്ടപ്പാടുണ്ടാക്കുന്ന ഒരു ചുറ്റുപാട് ഉരുത്തിരിഞ്ഞ് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വിടവുണ്ട്. അതായത് നീതി, ന്യായം, അതിലും നിയമം എന്ന് പറയുന്നതിനും തമ്മിലൊരു ചെറിയ വിടവുകൾ പലപ്പോഴും ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. നീതി ദേവത എന്ന് പറയുന്ന ഗ്രീക്ക് ദേവതയുടെ കണ്ണുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും പറയുന്നത്, അത് ഉച്ചനീചത്വങ്ങളില്ലാതെ ഒരു വ്യത്യാസവും ഇല്ലാതെ നിയമം എല്ലാവർക്കും ഒരുപോലെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണ് മൂടപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അത് കണ്ണ് തുറന്നുകൊണ്ട് ഒരു ദേവതയ്ക്ക് കാണാൻ പറ്റില്ലേ? കണ്ണടച്ചാൽ മാത്രമേ ദേവതയ്ക്ക് കാണാൻ പറ്റുള്ളൂ ഈ ഡിഫറൻസസ് ഇല്ല എന്നുള്ളത്, വ്യത്യാസങ്ങളില്ല എന്നുള്ളത്. അപ്പോൾ അത് കണ്ണടക്കപ്പെട്ടിട്ടുള്ളത് അതിന് ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓരോ കേസും കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ അത് ഇൻ്റർപ്രിറ്റ് ചെയ്യാനുള്ള അവകാശം ജഡ്ജിമാർക്ക് കൊടുക്കുന്നു, മജിസ്ട്രേറ്റിന് കൊടുക്കുന്നു. അതുകൊണ്ട് ആ തൽക്കാലത്തേക്ക് ഞാൻ നീതിദേവത കണ്ണടക്കുകയാണ്, ന്യായം എന്താണോ അതനുസരിച്ച് കേസ് പോകട്ടെ എന്ന രീതിയിൽ ഞാൻ കണ്ണടച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു രീതിയിലായിരിക്കത്തില്ലേ അത് കണ്ണടച്ചത് എന്ന് പലപ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഇനി മുതൽ നിങ്ങൾ എഴുതരുത്,
എന്ന് പറഞ്ഞ് എനിക്കൊരു ഇൻഡാസ് കിട്ടിയപ്പോൾ ഞാൻ എഴുത്ത് നിർത്തി. പിന്നെ ഞാൻ പരമ്പര എഴുതി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞാൻ പിന്നെ എഴുതിയിരുന്നില്ല പരമ്പരകൾ. അപ്പോൾ അവിടെ നിന്ന് മാറി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്ത് പോയപ്പോൾ മാത്രമാണ് വീണ്ടും എഴുതി തുടങ്ങിയത്. എനിക്കിപ്പോഴും ആ സംഭവത്തെപ്പറ്റി ഓർക്കുമ്പോൾ ലവലേശം കുറ്റബോധം തോന്നിയിട്ടില്ല. ഞാൻ ചെയ്തത് 100% ശരിയായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു നിയമം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൊലപാതക കുറ്റം നടത്തിയ ആളെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്നുള്ള ഒരു കുറ്റബോധം എൻ്റെ മനസ്സിൽ ഇപ്പോഴും തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. സസ്നേഹം, ശ്രീലേഖ.